അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത് R.K. നാരായണാണ്. അപ്പോൾ R.K. നാരായണ എന്ന് പറയുന്നത് വെൽ റിനോൺഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഓതറാണ്, ഇന്ത്യൻ റൈറ്ററാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുന്ന ഒരു പ്രോമിനൻറ്റ് ഇന്ത്യൻ റൈറ്ററാണ് R.K. നാരായൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ മിക്കതും നടക്കുന്നത് ഒരു ഇമാജിനറി വില്ലേജിലാണ്, മാൽഗുഡി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ മൊത്തവും നടക്കുന്നതായിട്ട് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ എൻ്റർടൈനിങ് ആണ്, വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ചേർത്തുള്ള റൈറ്റിംഗ് സ്റ്റൈലാണ് R.K. നാരായണൻ ഉള്ളത്. അപ്പോൾ ഓതറിനെ പറ്റി നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്റ്റ്ലി ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എൻജിൻ ട്രബിൾ. ഇപ്പോൾ ടൈറ്റിൽ നമുക്ക് തന്നെ ഒരു കാര്യം മനസ്സിലായി. എൻജിൻ എന്തോ പ്രശ്നമുണ്ട്. മേ ബി പോസിബിളി എന്തായിരിക്കും, ഒരു വെഹിക്കിളിൻ്റെ എൻജിൻ എന്തോ പ്രശ്നമുണ്ട്, അതിനെപ്പറ്റിയായിരിക്കും കഥ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒബ്വിയസ്ലി R.K. നാരായണൻ്റെ സ്റ്റോറി ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഹ്യൂമറസ് എലമെൻറ്റ്സ് ഉണ്ടെന്നും നമുക്കൊന്ന് പ്രസ്യൂം ചെയ്യാം. എന്നിട്ട് നമുക്ക് കഥയിലേക്ക് പോവാം. ഓക്കെ, എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി. There came to our town some years ago a showman who owned an institution called Gatelyland. Crowds poured into the show from all over the district. Within a week of opening, they collected nearly 500 rupees a day in gate money alone. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു ഷോമാൻ, എന്തോ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന പ്രോഗ്രാമൊക്കെ നടത്തുന്ന ഒരു ഷോമാൻ ഇവരുടെ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ആ ഒരു പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിനെയാണ് അദ്ദേഹം ഗേറ്റിലാൻഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഗേറ്റിലാൻഡ് എന്ന് പറയുന്ന ഒരു ഷോമാൻ്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഷോസൊക്കെ നടത്തുന്നത്, പ്രോഗ്രാംസൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമൊക്കെ പെട്ടെന്ന് തന്നെ ആ ജില്ല മുഴുവൻ പരന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അതിനകത്ത് കാണിക്കുന്ന ആ ഒരു എലമെൻസും ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടമാവുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോസിനെ പറ്റിയുള്ള ഖ്യാതി ആ ജില്ല മുഴുവൻ പെട്ടെന്ന് പടരുകയും ചെയ്തു. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ഒരു ഷോ തുടങ്ങി. ആ ഷോമാൻ ആ ഗേറ്റിലാൻഡ് എന്ന് പറയുന്ന തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഷോ തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗേറ്റ് മണിയായിട്ട്, അതായത് ആ ഒരു ഗേറ്റിൽ നിന്ന് ആ ഒരു ആ ഒരു ഫീസായിട്ടോ അല്ലെങ്കിൽ എൻട്രി ഫീസൊക്കെ ആയിട്ടോ വായിക്കുന്ന ആ ഒരു ഗേറ്റ് മണിയായിട്ട് തന്നെ 500ഓളം രൂപ, 500 റുപ്പീസ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കളക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, നിയർലി 500 റുപ്പീസ്, ഏകദേശം 500ഓളം രൂപ അദ്ദേഹത്തിന് ഗേറ്റ് മണിയായിട്ട് തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ നല്ല സക്സസ്ഫുള്ളായിട്ട്, അന്നത്തെ കാലമാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ 500ഓളം രൂപ അദ്ദേഹത്തിന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്ത് ചെയ്തു, കിട്ടി, ആ ഷോമാന് കിട്ടി. Gatelyland provides us with all sorts of fun and gambling and side shows. ഇപ്പോൾ ഗേറ്റിലാൻഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ, അതായത് ഷോമാൻ നടത്തുന്ന, ഇപ്പോൾ പല പേരുകളിൽ നമ്മുടെ ഒരു ഷോ നടത്തുകയാണെങ്കിൽ നമുക്ക് ആ ഷോയ്ക്ക് പലതരത്തിലുള്ള പേരുകളിടുമല്ലോ. അപ്പോൾ നമ്മുടെ ഷോമാൻ ഇട്ടിരിക്കുന്ന പേരാണ് ഗേറ്റിലാൻഡ്. അപ്പോൾ ഗേറ്റിലാൻഡിൽ നിങ്ങൾക്ക് ചെല്ലുകയാണെങ്കിൽ എന്ത് പറ്റും, എല്ലാ തരത്തിലുള്ള ഫണ്ണും അതുപോലെ തന്നെ ഗ്യാംബ്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു തരം ഒരു ലക്കിൻ്റെ എലമെൻറ്റിലൊക്കെ നമ്മൾ കളിക്കത്തില്ലേ, അതുതരത്തിലുള്ള കളികളെയാണ് നമ്മൾ ഗ്യാംബ്ലിംഗ് എന്നൊക്കെ പറയുക. അങ്ങനെയുള്ള ഗ്യാംബ്ലിങ്ങും പിന്നെ സൈഡ് ഷോസും അതിൻ്റെ ചേർന്നുള്ള ചെറിയ ചെറിയ പരിപാടികളും, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ഫണ്ണും ഒരു എൻ്റർടൈൻമെൻറ്റും ഓഫർ ചെയ്യുന്ന ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഗേറ്റിലാൻഡ്. For a couple of hours, we could watch anything in any booth, from performing parrots to crack motorcyclists looping the dome of death. ഇപ്പോൾ കുറച്ച് അണ എന്ന് പറയുന്ന പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു കോയിനാണ്. ഓക്കെ, ആ കുറച്ച് അണ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ, കുറച്ച് കോയിൻസ്, അന്നത്തെ കാലത്തെ കുറച്ച് കോയിൻസ് നമുക്കുണ്ട് എങ്കിൽ, ആ ഷോ നടത്തുന്ന കാലത്തുള്ള ആ ഒരു കോയിൻസിനെയാണ് അണാസ് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്ന കോയിൻസാണ്. ഈ അണാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ഗേറ്റിലാൻഡിലെ ഏത് ബൂത്തിൽ വേണോ പോവാം. ഈ ഒബ്വിയസ്ലി നിങ്ങൾ ഈ ഉത്സവത്തിന് കാണിക്കുന്ന മേളകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഓരോരോ ബൂത്തുകളായിട്ടാണ്. ആ ഒരു ബൂത്തിൽ ഏതിൽ വേണോ നിങ്ങൾക്ക് കുറച്ച് അണകളുണ്ടെങ്കിൽ പോവാം. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ തരത്തിലുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പെർഫോമിംഗ് പാരറ്റ്സ്, ഈ തത്തയുടെ അല്ലെങ്കിൽ സംസാരിക്കുന്ന തത്ത, അതുപോലുള്ള ഒരു ടൈപ്പ് ഓഫ് ആനിമൽസിനെ വെച്ചിട്ടുള്ള, ആ പെർഫോമിംഗ് പാരറ്റ്സിനെ വെച്ചിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് കാണാം. അല്ലെങ്കിൽ
ഡോം ഓഫ് ഡെത്ത്, ഈ മരണക്കിണറിന് ചുറ്റും ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്ന ആ മോട്ടോർ സൈക്കിളിസ്റ്റിനെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള എല്ലാ തരത്തിലുള്ള പ്രോഗ്രാംസും നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ആ ഒരു ഗേറ്റി ലാൻഡിൽ പോയാൽ കാണാൻ പറ്റും. There were lotteries and shooting galleries. Here, for just 8 annas, you could acquire prizes that range from pin cushions, sewing machines, cameras to even a road engine. അപ്പോൾ ഈ ഒരു ഗേറ്റി ലാൻഡിൽ നമ്മൾ പറഞ്ഞല്ലോ ഗ്യാംബ്ലിംഗ് മത്സരങ്ങളുണ്ട്, ലോട്ടറികളുണ്ട്, ലോട്ടറീസ് എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ സമ്മാന കൂപ്പണുകൾ അതുപോലുള്ള ലോട്ടറീസ് എടുക്കാൻ പറ്റും. പിന്നെ ഷൂട്ടിംഗ് ഗാലറീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ തോക്ക് വെച്ച് ബലൂണൊക്കെ പൊട്ടിക്കുക, അതുപോലുള്ള പൊട്ടിച്ച് കയറുന്നാൽ നമുക്ക് സമ്മാനം കിട്ടും. അങ്ങനെയുള്ള ആ ഒരു ഷൂട്ടിംഗ് ഗാലറീസൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വളയം വെച്ച് എറിഞ്ഞാൽ ആ ഏതിനകത്തൊത്താണോ ചെന്ന് വീഴുന്നത് ആ സാധനം നമുക്ക് കിട്ടും എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്യാംബ്ലിംഗ് തരത്തിലുള്ള മത്സരങ്ങളുമുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളൊരു ജസ്റ്റ് ഒരു 8 അണ അവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നേടാം? നിങ്ങൾക്ക് ആ കോമ്പറ്റീഷൻ ജയിക്കുകയാണെങ്കിൽ പ്രൈസുകൾ, സമ്മാനങ്ങൾ നേടിയെടുക്കാൻ പറ്റും. എല്ലാ തരത്തിലുള്ള സമ്മാനങ്ങളും അവിടെ ഉണ്ട്. അതായത് 8 അണയ്ക്ക് നിങ്ങളവിടെ മത്സരിക്കുമ്പോൾ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ്? പിൻ കുഷൻസ് കിട്ടും, സ്വിങ് മെഷീൻസ്, തയ്യൽ മെഷീനുകൾ കിട്ടും, ക്യാമറ കിട്ടും. അതിന് പുറമെ എന്താണ് വേണമെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ റോഡ് എൻജിൻ വേണമെങ്കിലും കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് വേണോ നിങ്ങളവിടെ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന സമ്മാനങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് കിട്ടും. One evening, they drew the ticket number 1005 and I happened to own it. Glancing down the list, they declared that I had become the owner of the road engine. Don't ask me how a road engine came to be included among the prizes. I was stunned. People gathered around and gazed at me as if I were a strange animal. It was not the sort of prize one could carry home at short notice. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഈ കഥയിലെ നരേറ്റർ അല്ലെങ്കിൽ കഥ പറയുന്ന കഥാഖ്യാനനും അവിടെ ചെന്നു. ഇപ്പോൾ കഥ പറയുന്ന ആരാണെന്ന് നമുക്കറിയത്തില്ല. ആ കഥ പറയുന്ന അദ്ദേഹവും അവിടെ ആ ഒരു പ്രൈസ് മത്സരിക്കാൻ വേണ്ടിയിട്ട്, ആ ഗ്യാംബ്ലിങ്ങിൽ അല്ലെങ്കിൽ ലോട്ടറി എടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ ലോട്ടറി എടുത്തു. ഒരുപാട് പേര് പൈസ കൊടുത്ത് 8 അണ കൊടുത്ത് ലോട്ടറികൾ എടുത്തു. അതിനകത്തുനിന്ന് ഞറക്കിട്ട് ആരാണ് വിജയിക്കുന്നതെന്ന് നോക്കിയാണ്. അപ്പോൾ അവസാനം ആ മത്സരം നടത്തുന്ന ആ ഗേറ്റി ലാൻഡിലെ ആ ഷോമാൻ അല്ലെങ്കിൽ ആ ഷോമാൻ്റെ ആളുകൾ ആ മത്സരത്തിൻ്റെ വിജയിയെ പ്രഖ്യാപിക്കുകയാണ്. ആരാണ് ആ ലോട്ടറി എടുത്തതിൽ ആർക്കാണ് ഭാഗ്യം എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അവർ നോക്കിയിട്ട് 1005-ാമത്തെ നമ്പറിനാണ് ലോട്ടറി ഞറക്ക് വീണിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആ കഥ പറയുന്ന നരേറ്ററിൻ്റെ നമ്പറാണ് 1005. അദ്ദേഹം എടുത്ത ലോട്ടറിയുടെ നമ്പറാണ് 1005. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ വലിയൊരു ഒരു കൈൻഡ് ഓഫ് സന്തോഷമായി. കാരണം നമുക്ക് ലോട്ടറി അടിക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി സന്തോഷമാണല്ലോ ഉണ്ടാവേണ്ടത്. എന്നിട്ട് അവരിങ്ങനെ ലിസ്റ്റ് നോക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെ വിളിച്ച് പറയുന്നു. എന്നിട്ട് സമ്മാനവും വിളിച്ച് പറയുന്നു. സമ്മാനം എന്താണ്? ഒരു റോഡ് എഞ്ചിനാണ്. റോഡ് എഞ്ചിൻ എന്ന് പറയുന്ന വലിയ വെഹിക്കിളാണ്. ലൈക്ക് ഇവിടെ ഒരു ഇമേജ് തന്നിരിക്കുന്ന ആ ഒരു വെഹിക്കിളാണെന്ന് തോന്നുന്നു. ഒരു റോഡ് എഞ്ചിനാണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇത് കേട്ടപാടെ ആകെ ഒരു ഞെട്ടിയ അവസ്ഥയാണ്. കാരണം പെട്ടെന്ന് ഒരാൾക്ക് ഈ റോഡ് എഞ്ചിൻ കിട്ടിയിട്ട് എന്ത് കാണിക്കാനാണ്? റോഡ് എഞ്ചിൻ കിട്ടി അത് പെട്ടെന്ന് പറയുമ്പോൾ ആ ഒരു ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് പറയുമ്പോൾ നമുക്ക് ഈ റോഡ് എഞ്ചിൻ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പിൻ കുഷൻ കിട്ടുന്ന പോലെയോ അല്ലെങ്കിൽ സീവ് മെഷീൻ, തയ്യൽ മെഷീൻ കിട്ടുന്ന പോലെയോ ക്യാമറ കിട്ടുന്ന പോലെയോ എടുത്തുകൊണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം അല്ലെങ്കിൽ റോഡ് മെഷീൻ. ഓക്കെ, അപ്പോൾ ഈ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഈ റോഡ് മെഷീനാണെന്ന് കിട്ടിയപ്പോൾ അറിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഇദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ അത്ഭുതത്തോട് നോക്കിയാണ്. ഈ പെട്ടെന്ന് ഈ റോഡ് മെഷീൻ കിട്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാൻ പോവുകയാണ്? പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇതേ കൺഫ്യൂഷൻ ആർക്കും ഉണ്ട്, നമ്മുടെ ആ നരേറ്ററിനും ഉണ്ട്. ഓക്കെ, അദ്ദേഹം അതുകൊണ്ട് സമ്മാനം കിട്ടിയതിലൊക്കെ സന്തോഷമുണ്ടെങ്കിലും ആകെ സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ് നമ്മുടെ നരേറ്റർ. I asked the showman if he would help me to transport it. He declined but agreed to keep the engine on grounds till the end of the season. അപ്പോൾ ഇദ്ദേഹം ചെന്ന് ഉടനെ എന്ന് ഷോമാൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം ഇപ്പോൾ ഉടനെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഷോമാൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾ എന്നെ സഹായിക്കാമോ? ഈ എൻജിൻ അല്ലെങ്കിൽ ഈ ഒരു റോഡ് എൻജിൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ സഹായിക്കാമോ എന്ന് ആര് ചോദിച്ചു? നമ്മുടെ നരേറ്റർ എന്നിട്ട് ആ ഷോ നടത്തുന്ന ഷോമാൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്താണ്, ട്രാൻസ്പോർട്ടേഷന് കൊണ്ടുവരാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ഒരു ആവശ്യം ഡിക്ലൈൻ ചെയ്യുകയാണ്. പകരം ഒരു ഓഫർ മുന്നോട്ട് വെച്ചു. ഈ സീസൺ അല്ലെങ്കിൽ ഈ ഷോ നടക്കുന്നവർ, ഇപ്പോൾ മേള എല്ലാ കാലത്തും കാണത്തില്ലല്ലോ, കുറച്ച് കാലത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. കാരണം ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുമ്പോൾ പിന്നീട് ആൾക്കാർ വരത്തില്ല. അപ്പോൾ ആ ഒരു സീസൺ അവസാനിക്കുന്നവരെ അവിടെ ആ ഷോ നടക്കുന്ന അവിടെ ഈ ഒരു സാധനം വെക്കാമെന്ന്, റോഡ് എഞ്ചിൻ വെക്കാമെന്ന് ആരേറ്റു? നമ്മുടെ ഷോമാൻ ഏറ്റു. I asked the showman if he could find me a driver. He just smiled.
Can't I sell it to some municipality? I asked innocently. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നരേറ്റർ ഷോമാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എനിക്കൊരു ഡ്രൈവറിനെ പരിചയപ്പെടുത്തി തരാമോ, ഈ സാധനം ഓടിക്കണ്ടേ, അപ്പോൾ ഈ ഡ്രൈവറിനെ പരിചയപ്പെടുത്തി തരാമോ എന്ന് ആര് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രൈവറിനെ കണ്ടെത്തി തരാൻ പറ്റുമോ എന്ന് ഷോമാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷോമാൻ ചിരിക്കുക മാത്രം ചെയ്തു. അത് പറ്റത്തില്ല എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുക മാത്രം ചെയ്തു. എന്നിട്ട് നമ്മുടെ നരേറ്റർ വീണ്ടും ഭയങ്കര ഇന്നസെൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതെനിക്ക് വല്ല മുനിസിപ്പാലിറ്റിയിലും വിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വല്ല മുനിസിപ്പാലിറ്റിക്കും എനിക്കിത് എന്താ ചെയ്യാൻ പറ്റുമോ, വിൽക്കാൻ പറ്റുമോ, കാരണം ഇത് തനിക്ക് ആവശ്യമില്ലല്ലോ, ഈ റോഡ് എഞ്ചിൻ തനിക്ക് എന്തിനാണ്, ചുമ്മാ വീട്ടിൽ കൊണ്ടിട്ടേക്കാമെന്നുള്ള അല്ലാതെ റോഡ് എഞ്ചിൻ തനിക്ക് ആവശ്യമില്ല, അപ്പോൾ ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് വിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. He burst into a laugh. As a showman, I have enough trouble with municipal people. I would rather keep out of their way. My friends and well-wishers poured it to congratulate me on my latest accusation. അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് പറയുകയാണ്, എനിക്ക് ഒരു ഷോമാൻ എന്ന നിലയിൽ എനിക്ക് ഈ മുനിസിപ്പൽ പീപ്പിളിനെ കാരണം, ഈ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരെ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഞാൻ എൻ്റെ ആ ഒരു പരിചയത്തിൽ നിന്നേ മാറ്റി നിർത്തുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇത് എന്താണ്, എൻ്റെ ഫ്രണ്ട്സും വെൽവിഷേഴ്സും എല്ലാം കൂടെ എനിക്കിത് ഒരു കഴിഞ്ഞ അക്യൂസേഷനിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നേട്ടത്തിലൊക്കെ എനിക്ക് തന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആണെന്ന് അറിയത്തില്ല, മേ ബി ഈ സാധനം കൊടുത്തതായിരിക്കും. എവറി ഡേ ഐ മേഡ് എ ട്രിപ്പ് ടു ദ ജിംഖാന ഗ്രൗണ്ട്സ് ടു ഹാവ് എ ലുക്ക് അറ്റ് മൈ എൻജിൻ. ഐ ഗ്രൂ വെരി ഫോണ്ട് ഓഫ് ഇറ്റ്. I loved its shining brass parts. I stood near it and patted it affectionately, hovered about it and returned home every day only at the close of the show. അപ്പോൾ എല്ലാ ദിവസവും എന്ത് ചെയ്യും ഇദ്ദേഹം ജിംഖാന ഗ്രൗണ്ടിലേക്ക് പോകും. ജിംഖാന ഗ്രൗണ്ടിലാണ് ഈ ഷോ നടത്തുന്നത്, അല്ലെങ്കിൽ ഗേറ്റി ലാൻഡിൻ്റെ ആ പരിപാടികൾ നടക്കുന്നത് എവിടെയാണ്, ജിംഖാന ഗ്രൗണ്ടിലാണ്. അവിടെ പോയിട്ട് അദ്ദേഹം പരിപാടി കാണുകയല്ല, മറിച്ച് ആ ഒരു എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈക്ക് ആ ഒരു റോഡ് എഞ്ചിനെ പോയി കാണും. അപ്പോൾ ഈ എന്നൊന്ന് വന്ന് കണ്ടതോടുകൂടി അദ്ദേഹം വളരെ ഈ റോഡ് എഞ്ചിനോട് ഭയങ്കര അഫെക്ഷൻ കൂടുകയാണ്, ഭയങ്കര സ്നേഹം കൂടുകയാണ്. അദ്ദേഹം അതിൻ്റെ ആ ഒരു ഷൈൻ ചെയ്തിരിക്കുന്ന തിളങ്ങിയിരിക്കുന്ന ആ ഒരു ലോഹ പാർട്ടുകളെല്ലാം നോക്കും. അതുപോലെ തന്നെ അതിനെ ചുമ്മാ ചെന്നിട്ട് തട്ടിയിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി തലോടുകയും തട്ടുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഈ ഷോ തീരുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. അതാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി, ഡെയിലിയുള്ള പരിപാടി. When the showman finally packed up, I received a notice from the municipality to collect my road engine. When I went there the next day, it looked neglected. The showman had moved on, leaving the engine where it stood. It was perfectly safe though. അപ്പോൾ പറയുകയാണ് എന്താണ്, അങ്ങനെ അവസാനം ഷോമാൻ്റെ ആ ഒരു പ്രോഗ്രാം നിന്നു, അല്ലെങ്കിൽ ഈ ഷോമാൻ്റെ ആ ഒരു ഷോ പാക്കപ്പ് ചെയ്തു. അതായത് അദ്ദേഹം ആ ഷോ മതിയാക്കി. അപ്പോൾ ഈ ഷോ മതിയാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധാരണ സാമഗ്രികളും എല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവിടെ ബാക്കിയുള്ളത് എന്താണ്, ആ റോഡ് എഞ്ചിൻ മാത്രമാണ്. ആ റോഡ് എഞ്ചിൻ എവിടെ ഇരുന്നോ അവിടെ തന്നെ ആ റോഡ് എഞ്ചിൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഷോമാൻ ആ പ്രോഗ്രാമൊക്കെ മറിയാക്കി പോയി. അപ്പോൾ തന്നെ ഉടനെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നോട്ടീസ് വരികയാണ്, നിങ്ങളുടെ ആ റോഡ് എഞ്ചിൻ എന്ത് ചെയ്യണം, എടുത്ത് മാറ്റണം എന്നും ആവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മുടെ നരേറ്റർക്ക് കത്ത് വരികയാണ്. ഓക്കെ, നോട്ടീസ് വരികയാണ്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ആ ഒരു ജിംഖാന ഗ്രൗണ്ടിലേക്ക് പോയി. ജിംഖാന ഗ്രൗണ്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റോഡ് എഞ്ചിൻ വെറുതെ അവിടെ ഉപേക്ഷിച്ചിട്ട പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. കാരണം ആരുമില്ല, ആ ഷോമാൻ്റെ ഷോ ഒക്കെ മതിയാക്കി പോയി, പിന്നെ അവിടെ ആരുമില്ല. അങ്ങനെ ആ ഒരു ഗ്രൗണ്ടിൽ നമ്മുടെ ഈ റോഡ് എഞ്ചിൻ മാത്രമായിട്ട് നിൽക്കുന്നു. അദ്ദേഹം അവിടെ ചെന്ന് ചുറ്റുമൊക്കെ നോക്കി, പക്ഷേ അത് സേഫ് ആയിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും അദ്ദേഹത്തിന് ഒരു ചെറിയ വിഷമം തോന്നി, ഒറ്റയ്ക്ക് അതിനെ മാത്രം അവിടെ നിർത്തിയിട്ട് എല്ലാവരും പോയല്ലോ, ഷോമാൻ പോലും പറഞ്ഞില്ല, എന്തെങ്കിലും ആവാം. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു വിഷമമായിട്ട് തോന്നി. ഓക്കെ, soon I received a second notice from the municipality ordering that the engine should be removed with immediate effect. Otherwise, they would charge rent for the grounds. After deep thought, I consented to pay the rent. I paid 10 rupees a month for the next 3 months. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടനെ രണ്ടാമത്തെ നോട്ടീസ് അദ്ദേഹത്തിന് കിട്ടുകയാണ്. അതായത് ഇദ്ദേഹം മാറ്റിയില്ല, അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് മാറ്റിയില്ല. ഒട്ടും താമസിയാതെ തന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ നോട്ടീസും കിട്ടി. രണ്ടാമത്തെ നോട്ടീസ് മുനിസിപ്പാലിറ്റി പറയുന്നത് എന്താണ്, ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് എഫക്റ്റോട് കൂടി തന്നെ ഈ സാധനം അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഗ്രൗണ്ടിൽ ഈ സാധനം ഇട്ടേക്കുന്നതുകൊണ്ട് തറവാടകയായിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിന് റെൻറ്റ് തരണം, വാടക തരണം. ഓക്കെ, അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഓക്കെ വാടകയാണ് കൊടുക്കേണ്ടതെങ്കിൽ വാടക കൊടുക്കാം. കാരണം ഇദ്ദേഹത്തിന് ഉടനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, വാടക കൊടുക്കാമെന്ന് പറഞ്ഞു. മാസം 10 രൂപ വെച്ച് 3 മാസം ഇദ്ദേഹം എന്ത് ചെയ്തു, വാടക കൊടുത്തു. അതായത് ടോട്ടൽ 30 രൂപ കൊടുത്തു. ഡിയർ സാസ്, I was a poor man. Even the house which my wife and I occupied cost me only 4 rupees a month. And fancy
my paying 10 rupees a month for the road engine. It cut into my slender budget, and I had to pledge a jewel or two belonging to my wife. Every day, my wife asked me what I proposed to do with the engine. I had no answer to give her. I went up and down the town offering it for sale to all and sundry. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു കത്തോ എന്തൊക്കെ പറയുകയാണ്, കത്തെഴുതി മുനിസിപ്പാലിറ്റി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സാർ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്. ഞാനും എൻ്റെ വൈഫും താമസിക്കുന്ന ആ വീടിന് ഞാൻ മാസം കൊടുക്കുന്ന വാടക 4 രൂപയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ റോഡ് റോളർ അല്ലെങ്കിൽ ആ ഒരു റോഡ് എഞ്ചിൻ കിടക്കുന്നതുകൊണ്ട് ആ ഗ്രൗണ്ടിന് ഞാൻ 10 രൂപ മാസം വാടക തരേണ്ടത്. അതായത് ഞാൻ കിടക്കുന്ന വീടിന് ഞാൻ 4 രൂപയാണ് വാടക കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും പാവപ്പെട്ട മനുഷ്യനാണ് ഞാൻ. ആ സാഹചര്യത്തിലാണ് ഞാൻ 10 രൂപ വെച്ച് ആ റോഡ് എഞ്ചിൻ കിടക്കുന്ന ആ ഗ്രൗണ്ടിന് വാടക കൊടുക്കേണ്ട സ്ഥിതിയുള്ളത്. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ജുവൽസോ അല്ലെങ്കിൽ ആഭരണങ്ങളോ മറ്റോ പണയം വെച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വാടക കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം കാരണം, അതായത് ഈ വാടക കൊടുക്കുന്ന പരിപാടി കാരണം എൻ്റെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്സിനെയൊക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട് ഈ ഒരു ഇവൻറ്റ്. അതുപോലെ തന്നെ എനിക്ക് ഈ റോഡ് റോളർ അല്ലെങ്കിൽ റോഡ് എഞ്ചിൻ വെച്ച് വേറെ പരിപാടികളൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ തവണയും ഞാൻ ടൗണിൽ പോയി ഇത് ആർക്കെങ്കിലും വേണോ, വിൽക്കണോ, അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങുമോ എന്നൊക്കെ തിരക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യവും നടപടിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആരെ അറിയിക്കുകയാണ്, ആ മുനിസിപ്പാലിറ്റി അറിയിക്കുകയാണ്. Someone suggested me the municipal chairman. He may buy it from the municipality. With great apprehension, I went to the municipal office and entered the chairman's room. I mentioned my business. I told him I was prepared to give away the engine at a great concession. I started talking about the importance of owning a road roller, but that attempt too turned out to be futile. അപ്പോൾ ആരൊക്കെയോ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തു, എന്താണ് അത്, നിങ്ങൾ പോയി ഒന്ന് മുനിസിപ്പൽ ചെയർമാനെ കണ്ടു നോക്കുക, ചിലപ്പോൾ അദ്ദേഹം അത് മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി വാങ്ങും എന്ന് ആരോ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തു. ഭയങ്കര പ്രതീക്ഷയോട് കൂടി ഞാൻ എന്ത് ചെയ്യുകയാണ്, മുനിസിപ്പൽ ഓഫീസിലേക്ക് ചെല്ലുകയും ചെയർമാൻ്റെ റൂമിലേക്ക് കയറുകയും ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ബിസിനസ്സിനെ പറ്റി സംസാരിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, വലിയ ലാഭത്തിൽ, അല്ലെങ്കിൽ എനിക്ക് അത്രയും പണമൊന്നും വേണ്ട, ഈ റോഡ് റോളറിന് അല്ലെങ്കിൽ റോഡ് എഞ്ചിന് നൽകേണ്ട അത്രയും പണമൊന്നും എനിക്ക് വേണ്ട, ഞാനൊരു വലിയ കൺസെഷൻ എന്ത് തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തില്ല, അദ്ദേഹം അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അതും നശിച്ചു പോയി, അല്ലെങ്കിൽ ആ ഒരു പ്ലാനും നശിച്ചു പോയി. ആ റോഡ് റോഡിൻ്റെ ഉപയോഗമൊക്കെ ഞാൻ അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ പ്ലാനും വർക്കൗട്ടായില്ല. I realized that I was making myself bankrupt maintaining the engine in the Gymkhana grounds. Fresh complications arose when a cattle show came and I was given 24 hours to get the thing out of the grounds. I became desperate. There was not a single person for 50 miles around who knew anything about driving a road engine. I begged every passing bus driver to help me, but without use. I then approached the station master to put in a word with the mail engine driver. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ഈ ജിംഖാന ഗ്രൗണ്ടിൽ ഈ എഞ്ചിൻ നിൽക്കുന്നത് വഴി അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ബാങ്ക്രപ്റ്റ് ആകുകയാണ്, അല്ലെങ്കിൽ ഒരു പാപ്പരായി മാറുകയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി നശിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുപോലെ തന്നെ പുതിയ കോംപ്ലിക്കേഷൻസ് വരികയാണ്. ആ ഗ്രൗണ്ടിൽ തന്നെ പുതിയ ഒരു കാറ്റിൽ ഷോ, കന്നുകാലികളുടെ ഒരു പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഷോ, വിൽപ്പനയ്ക്ക് മറ്റോ ആയിരിക്കും, ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്ക് 24 മണിക്കൂർ ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടി, ഈ റോഡ് റോളറിൽ തന്നെ ശ്രദ്ധിക്കേണ്ട അവസ്ഥയായി. ഞാൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട്, ഭയങ്കര നിരാശ ഉള്ള ഒരാളായിട്ട് ഞാൻ മാറി. ഈ 50 മൈൽ ചുറ്റളവിൽ ഒരൊറ്റ ആൾക്ക് പോലും റോഡ് എഞ്ചിൻ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ അതുവഴി പോകുന്ന എല്ലാ ബസ് ഡ്രൈവറിൻ്റെ അടുത്തും ചോദിച്ചു, ഈ റോഡ് എഞ്ചിൻ ഒന്ന് മാറ്റി തരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റോഡ് എഞ്ചിൻ ഓടിക്കാൻ അറിയാമോ എന്നൊക്കെ ചോദിച്ചു. ആരും സഹായിച്ചില്ല. ഇനി സ്റ്റേഷൻ മാസ്റ്റർ, ഈ പോസ്റ്റ് ഓഫീസിലെ സ്റ്റേഷൻ മാസ്റ്ററിനെയൊക്കെ ബന്ധപ്പെട്ട മെയിൽ എഞ്ചിൻ്റെ അല്ലെങ്കിൽ മെയിൽ വെഹിക്കിളിൻ്റെ ഈ കത്തുകളൊക്കെ കൊണ്ടുപോകുന്ന വെഹിക്കിളിൻ്റെ ഡ്രൈവറിൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കി, അതും നടന്നില്ല. Meanwhile, the municipality was pressing me to clear out. I saw the priest of the local temple and managed to gain his sympathy. He offered me the service of his temple elephant. I also engaged 50 coolies to push the engine from behind. You may be sure this strained all my resources. The coolies wanted 8 annas per head, and the temple elephant cost me 7 rupees a day, and I had to give it a day's feed. അപ്പോൾ പറയുന്നുണ്ട് എന്താണ്, ഇപ്പോൾ ഈ സമയത്ത് തന്നെ മുനിസിപ്പാലിറ്റി ഇദ്ദേഹത്തിന് മേലിൽ ഒരുപാട് വലിയ പ്രഷർ കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, ഈ സാധനം അവിടെ നിന്ന് മാറ്റാനായിട്ട്.
അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടുത്തെ ഒരു ലോക്കൽ പ്രീസ്റ്റിനെ, ഒരു പുരോഹിതനെ പോയി കാണുകയും ഒരു അൻപത്തിലെ ഒരു പൂജാരിയോ മറ്റോ ആണ്, അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ കുറച്ച് സഹതാപം പിടിച്ചു പറ്റുകയും ചെയ്തു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എന്ത് ചെയ്യാം, ഈ ഒരു ടെമ്പിൾ എലിഫൻറ്റിനെ വിട്ടുതരാം, അതിൻ്റെ സർവീസസ് ഓഫർ ചെയ്തു, ആ പ്രീസ്റ്റ് ഓഫർ ചെയ്തു. അതുപോലെ തന്നെ ഇദ്ദേഹം 50 കൂലികളെയും അല്ലെങ്കിൽ 50 തൊഴിലാളികളെയും വിളിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എലിഫൻറ്റിനെ കൊണ്ട് വലിപ്പിക്കുക, ബേക്കിൽ ആ ഒരു റോളറിൻ്റെ ബേക്കിൽ എന്താണ് ആ ഒരു തൊഴിലാളികളെ കൊണ്ട് 50 തൊഴിലാളികളെ കൊണ്ട് ആ ഒരു തള്ളി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്ലാൻ. ഓരോ കൂലിക്കും ഇദ്ദേഹത്തിന് എത്ര രൂപ വെച്ച് കൊടുക്കണം? ഓരോ ആൾക്കും 8 അണ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ആനയ്ക്ക് ഒരു ദിവസം 7 രൂപയും ആനയുടെ വാടകയായിട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, അദ്ദേഹത്തിന് ആ ഒരു ദിവസത്തെ ആ ഒരു ചിലവും ആഹാരം മറ്റു കാര്യങ്ങളുമൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയും ചിലവ് അദ്ദേഹത്തിന് ആകുകയാണ്. മാസം 4 രൂപ വാടകയ്ക്ക് ഒരു വീട്ടിൽ കിടക്കുന്നതാണ് അത്രയും പോറാണ് ഇദ്ദേഹം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് ഇത്രയും രൂപ ചിലവാകുന്നത്. My plan was to take the engine out of the gymkhana and then down the road to a field that was owned by my friend. I also took into service one Joseph, a dismissed bus driver. Joseph said that although he knew nothing of road rollers, he could nevertheless steer one if it was somehow kept in motion. It was a fine sight, the temple elephant yoked to the engine by means of stout ropes and with 50 determined men pushing it from behind, and my friend Joseph sitting in the driving seat. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ എലിഫൻറ്റിനെ കൊണ്ട് വലിപ്പിക്കുക, ബേക്കിൽ ഈ 50 പേരും തള്ളുക. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു ഡിസ്മിസ്ഡ് ബസ് ഡ്രൈവറിൻ്റെ സഹായം നേടിയിട്ടുണ്ട്. കാരണം ഈ ജോസഫ് പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് റോഡ് റോളർ ഓടിക്കാനൊന്നും അറിയത്തില്ല. പകരം ഈ റോഡ് റോളർ ഇങ്ങനെ തള്ളുമ്പോൾ എന്ത് ചെയ്യും, ആന വലിക്കുമ്പോഴും ബേക്കിൽ നിന്ന് ആളുകൾ 50 പേര് തള്ളുമ്പോഴും ഈ റോഡ് റോളർ ഇങ്ങനെ മോഷനിൽ അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ സ്റ്റിയറിംഗ് വെച്ച് മാത്രം ആ ഒരു മോഷൻ ഒന്ന് ബാലൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റും എന്നാര് പറയുകയാണ്? അദ്ദേഹം പറയുകയാണ്. അല്ലാതെ അദ്ദേഹത്തിന് അത് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാനൊന്നും അറിയത്തില്ല എന്നാര് പറഞ്ഞു? നമ്മുടെ ജോസഫ് പറഞ്ഞു. ഇവരെല്ലാം കൂടെ സഹായത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ജിംഖാന ഗ്രൗണ്ടിൽ നിന്ന് മാറ്റുക. കുറച്ച് നേരം കഴിയുമ്പോൾ എന്തുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പാടമുണ്ട് അല്ലെങ്കിൽ ഒരു ഫീൽഡുണ്ട്, അവിടെ കൊണ്ട് വയ്ക്കുക. തൽക്കാലം അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ. A huge crowd stood around and watched in great glee. The engine began to move and seemed to me the greatest moment in my life. When it came out of the gymkhana into the main road, the engine began to behave in a strange manner. Instead of going straight down the road, it began to wobble and zigzag. അപ്പോൾ എന്ത് ചെയ്യാണ്, ഈ ഒരുപാട് കൂട്ടം ആൾക്കാർ ഈ റോഡ് റോളർ മൂവ് ചെയ്യുന്ന കാണാനായിട്ട് വലിയ ജനം ഇതിന് ചുറ്റും കൂടുകയാണ്. ഭയങ്കര ആർപ്പുളികളോടൊക്കെ ഇതിന് ചുറ്റും ഇങ്ങനെ അത് വാച്ച് ചെയ്യാനായിട്ട് കൂടുകയാണ്. അപ്പോൾ ഈ എൻജിൻ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ റോഡ് റോളർ ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു സന്തോഷമായിട്ട് തോന്നി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മൊമെൻ്റായിട്ട് ഈ കാര്യം തോന്നി. അങ്ങനെ ഇത് വലിച്ച് ജിംഖാനയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എത്തിക്കുന്നു. ഈ മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ ഈ എൻജിൻ ഒരു സ്ട്രെയിഞ്ചായ ബിഹേവിയറാണ് കാണിക്കുന്നത്. അതായത് നേർവഴിക്ക് പോകുന്നതിന് പകരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വോബിൾ ചെയ്തും സിക്സാക് മൂവ്മെൻറ്റ്സും ഒക്കെ നടത്തിയാണ് പോകുന്നത്. മേ ബി അത് ഡീൽ ചെയ്യുന്നതിൻ്റെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ജോസഫ് ഒരു സ്റ്റീർ ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്റാണ് അത് നടത്തുന്നത്. വോബിൾ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാകും ആ ഒരു ഇഴഞ്ഞു പോകുന്ന പാമ്പിൻ്റെയൊക്കെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഷേപ്പ് വന്നിട്ടില്ലേ, അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് ആ വേവ്സിൻ്റെയൊക്കെ മൂവ്മെൻ്റ് ഇല്ലേ, ആ ഒരു ഷേപ്പാണ് സിക്സാഗ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവുകയാണ്. The elephant dragged it one way. Joseph turned the wheel without any idea of where he was going. The 50 men behind it clung to it and pushed it just where they liked. As a result of all this confused dragging, the engine ran straight into the wall of the opposite compound and reduced a good length of it to powder. At this the crowd let out a joyous yell. അപ്പോൾ എലിഫൻ്റ് ഒരു വഴിക്ക് വലിക്കും, നമ്മുടെ ജോസഫ് മറ്റൊരു വഴിക്ക് സ്റ്റിയറിംഗ് ചെയ്തിരിക്കും. ഈ ബേക്കിൽ ഇരിക്കുന്ന 50 പേരും അല്ലെങ്കിൽ ബേക്കിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന 50 പേരും ഒരു ബാലൻസും ഇല്ലാതെ എങ്ങോട്ടെങ്കിലും ഒക്കെ തള്ളും. അപ്പോൾ ഇത് കാരണമാണ് ഈ മൂവ്മെൻറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ആസ് എ റിസൾട്ട് ആ ഒരു ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളുടെ ഫലമായിട്ട് ഇത് എന്ത് ചെയ്തു, നേരെ ഓപ്പോസിറ്റുള്ള ആ ജിംഖാന ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റുള്ള ഒരു മതിലിൽ ചെന്നങ്ങ് ഇടിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു നല്ലൊരു ശതമാനവും അടിച്ച് പൗഡർ കണക്കാക്കി, എന്ന് വെച്ചാൽ വെറും പൊടി കണക്കാക്കി. ഈ റോഡ് റോളർ ചെന്ന് കയറി വെറും പൊടി കണക്കാക്കി. അപ്പോൾ ഇത് ഇങ്ങനെ ഈ മതിലൊക്കെ ഇടിഞ്ഞ് വീണപ്പോൾ ഈ ആൾക്കാർ ഭയങ്കര സന്തോഷത്തിൽ കിടന്ന് ആർപ്പുളിക്കുകയാണ്. ഈ മതിലിടിച്ചത് കണ്ടപ്പോൾ ആൾക്കാർ ഭയങ്കര സന്തോഷത്തിൽ ആർപ്പുളിക്കുകയാണ്. പക്ഷേ പ്രശ്നം ആർക്കാണ്? നമ്മുടെ നറേറ്ററിനാണ്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. The elephant, disliking the behavior of the crowd,
trumpeted loudly. It strained and snapped its ropes and kicked down a further length of the wall. The 50 men fled in panic. The crowd created a pandemonium. Someone slapped me in the face. It was the owner of the compound wall. The police came on the scene and marched me off. അപ്പോൾ ഈ ആൾക്കാരിങ്ങനെ വിളിച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, നമ്മുടെ എലിഫൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല. അതിങ്ങനെ ചിഹ്നം വിളിക്കാൻ തുടങ്ങി, ട്രംഫെറ്റ് അല്ലെങ്കിൽ ട്രംഫെറ്റഡ് എന്ന് വെച്ചാൽ ചിഹ്നം വിളിച്ചു. ഓക്കെ, ഭയങ്കര സൗണ്ട് ചിഹ്നം വിളിച്ചു. എന്നിട്ട് ആ പിടിച്ചിരുന്ന കയറൊക്കെ എടുത്ത് ഊരി എറിയാണ് ആന. അത് കഴിഞ്ഞിട്ട് ആ ഒരു കുറച്ചുകൂടെ മതിലിൻ്റെ കുറച്ച് ഭാഗം ബാക്കി ഉണ്ടായിരുന്നതും കൂടെ എന്ത് ചെയ്യാണ്, ആ ആന ചവിട്ടിയിടുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ രംഗം കണ്ടപ്പോൾ, ഈ ആനയുടെ ബിഹേവിയർ കണ്ടപ്പോൾ ഈ 50 പേര് തള്ളിക്കൊണ്ടിരുന്ന 50 പേരും എന്ത് ചെയ്തു, ഇറങ്ങി ഓടി. ക്രൗഡിൻ്റെ ഇടയിൽ തന്നെ ഭയങ്കര പാൻഡമോണിയം, ഭയങ്കര ഇങ്ങനെ പ്രശ്നങ്ങൾ ഈ ഫീൽ ചെയ്തൊക്കെ ഉണ്ടാകുകയാണ്. ഈ ആനയുടെ ബിഹേവിയർ കണ്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ, ഈ പേടിയൊക്കെ ഉണ്ടാകുകയാണ്. ഉടനെ ഒരാൾ വന്നിട്ട് നമ്മുടെ നരേറ്ററിൻ്റെ കരണത്തടിച്ചു. ഓക്കെ, നല്ല രീതിയിൽ ഫേസിലൊരു സ്ലാപ്പ് അടിച്ചു, ഒരു കരണത്തങ്ങ് അടിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഈ അടിച്ച ആൾ നമ്മുടെ മതിലില്ലേ, കോമ്പൗണ്ട് വാളിൻ്റെ ഓണറാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസും വന്നു. എന്നിട്ട് ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്, നരേറ്ററിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. വെൻ ഐ വാസ് റിലീസ്ഡ് ഫ്രം ലോക്കപ്പ് ഐ ഫൗണ്ട് സം ഫോളോയിങ് കോൺസിക്വൻസസ് അവൈറ്റിംഗ് മീ. അപ്പോൾ അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ലോക്കപ്പിലിട്ടു. ലോക്കപ്പിൽ നിന്ന് റിലീസ് ചെയ്തപ്പോഴാണ് ഇനി ബാക്കി വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ, കോൺസിക്വൻസസ് ഇദ്ദേഹം മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് വൺ, സെവറൽ യാർഡ്സ് ഓഫ് എ കോമ്പൗണ്ട് വാൾ ഹാഡ് ടു ബി ബിൽഡ് ബൈ മീ. ആ ഇടിച്ച് പൊളിച്ച ആ കോമ്പൗണ്ട് വാളിൻ്റെ കുറച്ച് ഭാഗം പൊളിഞ്ഞിട്ടുണ്ടല്ലോ, അതാര് പണിത് കൊടുക്കണം, നമ്മുടെ നരേറ്റർ പണിത് കൊടുക്കണം. സെക്കൻഡ്, ദ വേജസ് ഓഫ് ദ 50 men who ran away had to be paid. They would not explain how they were entitled to the wages when they had not done their job. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓടിയ 50 പേരുണ്ടല്ലോ, അവരുടെ പൈസ കൊടുക്കണം. ഓക്കെ, അവരെന്ത് ചെയ്തിട്ടാണെന്നൊന്നുമില്ല, എന്തായാലും അവരുടെ പൈസ കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, ജോസഫ്സ് ഫീ ഫോർ സ്റ്റീറിംഗ് ദ എഞ്ചിൻ ഓവർ ദ വാൾ ഹാഡ് ടു ബി പെയ്ഡ്. ഈ മതിലിനകത്തേക്ക് ഇടിച്ച് കയറ്റിയതിന് ജോസഫിൻ്റെ ആ ഒരു എഞ്ചിൻ സ്റ്റീർ ചെയ്തതിൻ്റെ പൈസ കൊടുക്കണം. അതായത് ഈ ജോലിക്കാർക്കെല്ലാം അവരുടെ പൈസ കൊടുക്കണം. നാലാമത്തത്, ദ മെഡിസിൻ ബിൽ ഫോർ ദ ടെമ്പിൾ എലിഫൻസ് ഇഞ്ചുറീസ് വൈൽ കിക്കിംഗ് ഡൗൺ ദ വാൾ had to be paid. Here again, the temple authorities would not listen when I pointed out that I didn't engage the elephant to break down the wall. നാലാമത്തെ കാര്യം എന്താ വരുന്നത്, ഈ ആന മതിൽ ചവിട്ടി ഇളക്കിയെന്ന് പറഞ്ഞില്ലേ, ഈ മതിൽ ചവിട്ടി ഇളക്കിയപ്പോൾ ഈ ആനയ്ക്ക് കുറച്ച് ഇഞ്ചുറീസ് പറ്റി. അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ മെഡിസിനൊക്കെ ബില്ലായി. ഈ ബില്ല് കൊടുക്കണം ആര്, ഈ നമ്മുടെ നരേറ്റർ. അല്ലാതെ ഈ ടെമ്പിൾ അതോറിറ്റീസിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആനയെ വാടകയ്ക്ക് എടുത്തത് മതിലിടിച്ച് പൊളിക്കാനല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് നരേറ്റർ മനസ്സിലാക്കുകയാണ്. അഞ്ചാമത്തത്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ദ ഡിമാൻഡ് ടു മൂവ് ദ എഞ്ചിൻ ഔട്ട് ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് സ്റ്റേഷൻ. അഞ്ചാമത്തെ പ്രശ്നം എന്താണ്, ഇപ്പോൾ എഞ്ചിൻ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്ന് ഈ എഞ്ചിൻ എടുത്ത് മാറ്റിയേ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ ആ മതിലിടിച്ച് പോയിട്ട് അവിടെ നിൽപ്പുണ്ട്, അതെടുത്ത് മാറ്റുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് നരേറ്റർ അവിടെ നിന്ന് ആ സ്റ്റേഷനിൽ നിന്ന് ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരിട്ട പ്രശ്നങ്ങൾ. I was at a loss. What could I do? I had no more money to spend, and my wife refused to part with her thali, the last of her jewels. അപ്പോൾ നരേറ്ററിന് അറിയാൻ നരേറ്റർ ഇനി എന്ത് ചെയ്യണമെന്ന് നരേറ്ററിന് അറിയാൻ കാരണം നരേറ്ററിൻ്റെ ഇരിക്കുന്ന പൈസ മൊത്തം എടുത്തിട്ടാണ് അദ്ദേഹം ഈ റോഡ് ഇറക്കാൻ ഇത്ര 50 ആൾക്കാരെ, ആനയും ജോസഫിനെയൊക്കെ വാടകയ്ക്ക് എടുത്തത്. ഓക്കെ, അല്ലെങ്കിൽ ശമ്പളത്തിന് വിളിച്ചത്. ഓക്കെ, ഇനി നരേറ്ററിൻ്റെ വൈഫ് എന്ത് ചെയ്യത്തില്ല, അവരുടെ ജുവൽസ് ഒന്നും കൊടുക്കത്തില്ല. കാരണം അവർക്കിനി ബാക്കിയുള്ളത് ഒരു താലി മാത്രമാണ്, അതിന് നരേറ്ററിൻ്റെ വൈഫ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അതിപ്പോൾ ആ വഴിയില്ല. However, nature came to my rescue in an unexpected manner. You may have heard of earthquake of that year, which destroyed whole towns in northern India. There was a reverberation of it in our town too. We were thrown out of our beds that night, and doors and windows rattled. അപ്പോൾ പക്ഷേ നമ്മുടെ പ്രകൃതി ഇദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കെത്തിയെന്നാണ് പറയുന്നത്. കാരണം ആ ഒരു സമയത്ത് നോർത്തേൺ ഇന്ത്യയിലേക്ക് ഒരു ഭയങ്കര ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിയ ഒരു ഭൂമികുലുക്കം, എർത്ത് ഭൂകമ്പം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അലയൊലികൾ, റിവർബറേഷൻ ഒക്കെ നമ്മുടെ ഒരു പട്ടണത്തിലും, അതായത് നമ്മുടെ നരേറ്ററിൻ്റെ പട്ടണത്തിലും എത്തി. രാത്രിയൊക്കെ വിൻഡോസും ഡോസും ഒക്കെ തെറിച്ച് പോയി, അവരുടെ കട്ടിൽ നിന്നൊക്കെ അവർ ഉരുണ്ട് വീഴുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, ആ ഒരു എർത്ത് ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അവരുടെ ആ ഒരു വില്ലേജിലോ ടൗണിലോ ഒക്കെ ഉണ്ടായി. Next morning, I went over to take a last look at my engine before leaving the town. I could hardly believe my eyes. The engine was not there. I looked about and raised a hue and cry. Such
parties were round, the engine was found in a disused well nearby with its backup. The owner of the property was so pleased the well was covered at last that he promised to pay off all my debts. He even offered me some money in further payment, which I refused to accept. അപ്പോൾ അദ്ദേഹം അടുത്ത ഒരു പകൽ തന്നെ എന്ത് ചെയ്തു, നേരെ ആ ഒരു എഞ്ചിനെ ആ റോഡ് എഞ്ചിൻ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ അമ്യൂസ്ഡായി അദ്ദേഹം മനസ്സിലാക്കിയാണ്, അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതത്തോടു കൂടി അദ്ദേഹം മനസ്സിലാക്കിയാണ് ആ റോഡ് എഞ്ചിൻ അവിടെയൊന്നും കാണാനില്ല. കാരണം എർത്തിക്കൊക്കെ ഉണ്ടായപ്പോൾ അത് മേ ബി എങ്ങോട്ടെങ്കിലും ഉരുണ്ട് പോയതായിരിക്കാം. അങ്ങനെ ഒരു പട തന്നെ ഇറങ്ങിയത് അന്വേഷിക്കാനായിട്ട്. അന്വേഷിച്ച് അവസാനം കണ്ടെത്തി ഇതെവിടെയാണ്, ഒരു പഴയ ഒരു പൊട്ടക്കിണറ്റിനകത്ത് ഇത് വീണു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ ഒരു പൊട്ടക്കിണറിൻ്റെ ഓണർക്ക്, അല്ലെങ്കിൽ ആ ഒരു ഏത് ലാൻഡിലാണോ ഈ കിണറുള്ളത് ആ ഓണർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത് ഒരുപാട് തവണ ഇത് മൂടാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഈ റോഡ് റോളർ വന്ന് വീണ് ആ കിണറങ്ങ് മൂടിപ്പോയി. അതുകൊണ്ട് ഇദ്ദേഹം ഏക്കുകയാണ്, എന്താണ്, ഈ പ്രോപ്പർട്ടിയുടെ ഓണർ ഏക്കുകയാണ്. ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ട് നടന്നില്ല. പ്രോപ്പർട്ടിയുടെ ഓണർ ഏക്കുകയാണ്, എന്താണ്, അദ്ദേഹത്തിൻ്റെ, അതായത് നമ്മുടെ നരേറ്ററിൻ്റെ ആ ബാധ്യതകളെല്ലാം അടച്ചു തീർക്കാമെന്ന് ആ പ്രോപ്പർട്ടിയുടെ ഓണർ ഏർക്കുകയാണ്. അതുപോലെ തന്നെ നരേറ്റർക്ക് ഫർദർ കുറച്ച് പൈസ കൊടുക്കാമെന്നും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഓണർ ഏറ്റു. പക്ഷേ പിന്നെയും അദ്ദേഹത്തിൻ്റെ ഇത് പൈസ വാങ്ങുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ നരേറ്റർ എന്ത് ചെയ്തു, ആ ഒരു ഓഫർ റിജക്റ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ കഥ. ഇതിൻ്റെ സമ്മറി ആയിട്ട് ഞാൻ ഒന്ന് പറയാം. എന്താണ് എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന കഥ എഴുതിയിരിക്കുന്ന ആർ കെ നാരായണനാണ്. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഒരു വലിയ ഷോമാൻ വന്നിട്ട് ഗേറ്റി ലാൻഡ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഒരു വില്ലേജിൽ നടത്തുന്നുണ്ട്, ഒരു ടൗണിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഫേമസായി, ജില്ല മൊത്തം ആളുകൾ അറിഞ്ഞു, ഒരുപാട് ആൾക്കാർ വന്നു, ഭയങ്കര ഫേമസായി, ഭയങ്കര കളക്ഷൻ കിട്ടുന്നൊരു ഷോ ആയിട്ട് മാറി ഈ ഒരു പ്രോഗ്രാം. അപ്പോൾ അതിനകത്ത് ഒരു ദിവസം എല്ലാ തരത്തിലുള്ള ഗെയിംസും ഉണ്ട്, എല്ലാ തരത്തിലുള്ള ഫണ്ട്സും ഉണ്ട്. മരണക്കിണറിൽ ഓടിക്കുന്ന ബൈക്ക് മുതൽ പെർഫോം ചെയ്യുന്ന പാരറ്റ് വരെ എല്ലാ തരത്തിലുള്ള ഷോസും അതിനകത്തുണ്ട്. ലോട്ടറീസ് ഉണ്ട്, ഗ്യാമ്പിളിങ് മത്സരങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു മത്സരത്തിൽ നമ്മുടെ നരേറ്റർ ജയിക്കുകയാണ്. നരേറ്റർ ജയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റോഡ് എഞ്ചിനാണ്. അപ്പോൾ ഈ റോഡ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ റോഡ് എഞ്ചിൻ ഓടിക്കാൻ അറിയാവുന്ന ആരും ആ പട്ടണത്തിലില്ല. അതിൽ 50 മൈൽ ചുറ്റളവിൽ പോലും ആരുമില്ല. ഒരുപാട് പേരടുത്ത് ഇദ്ദേഹം സഹായിച്ചു. അവസാനം കുറേ നാൾ സഹായം ചോദിച്ചു, നടന്നില്ല. കുറേ നാൾ ഈ ഷോ തീരുന്നത് വരെ ആ ഒരു ഷോ നടക്കുന്ന ഗ്രൗണ്ടിലാണ് വെച്ചിരുന്നത്. ഷോ തീർന്ന ആൾക്കാർ പോയപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഷോ മാൻ പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോയപ്പോൾ ഈ മുനിസിപ്പാലിറ്റി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻസിസ്റ്റ് ചെയ്യുകയാണ്, ആ ഒരു റോഡ് എഞ്ചിൻ അവിടെ നിന്ന് മാറ്റണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഒരുപാട് പൈസയൊക്കെ വാടകയായിട്ട് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്ത് മടുത്ത് അവസാനം ഒരു 50 ആളുകളെയും ഒരു ആനയെയും ജോസഫ് എന്ന് പറയുന്ന ഡ്രൈവറിനെയും കൊണ്ട് ഈ ഒരു വെഹിക്കിൾ അവിടെ നിന്ന് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആസ് പാർട്ട് ഓഫ് ഇറ്റ് വെഹിക്കിൾ മൂവ് ആയെങ്കിലും ചെന്ന് ഒരു മതിലിടിക്കുകയാണ്, ഒരു കോമ്പൗണ്ട് വാളിൽ ചെന്ന് ഇടിക്കുകയാണ്. കോമ്പൗണ്ട് വാൾ മുഴുവനായിട്ടല്ല, കുറച്ച് പാട്ട് ഇത് കാരണം നശിച്ചു പോയി. പിന്നെ ആനയ്ക്ക് ഈ ആൾക്കാരുടെയൊക്കെ ദേഷ്യവും ബഹളമൊക്കെ കേട്ട് ആനയ്ക്ക് ദേഷ്യം വന്ന് ആനയും കുറച്ച് പാർട്ട് ഇടിച്ച് കളഞ്ഞു. അവസാനം ഇദ്ദേഹം ആ ഓണറിൻ്റെ നിന്ന് അടിയൊക്കെ കിട്ടി പോലീസ് സ്റ്റേഷനിലാകുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ അറിയുന്നത്. അതായത് മതിൽ കെട്ടിക്കൊടുക്കണം, ഓടിപ്പോയ കൂലിക്കാരുടെ പൈസ കൊടുക്കണം, 50 പേരുടെ പൈസ കൊടുക്കണം, ആനയ്ക്കുണ്ടായ എക്സ്പെൻസ് കൊടുക്കണം, ജോസഫിൻ്റെ പൈസ കൊടുക്കണം, അങ്ങനെ ഒരുപാട്. ഇനിയിപ്പോൾ ആ ഒരു റോഡർ നിൽക്കുന്ന അവിടെ നിന്നും മാറ്റി കൊടുക്കുകയും വേണം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇദ്ദേഹം നേരിടുകയാണ്. അതിനുള്ള ഫണ്ടൊന്നും ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. കാരണം അദ്ദേഹം വളരെ പൂറായിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു എർത്തിക്കൊക്കെ ഉണ്ടാകുന്നത്. നോർത്ത് ഇന്ത്യ മൊത്തം ഡിസ്ട്രക്ഷൻ വിധിച്ച ഒരു എർത്തിക്കൊക്കെ ഉണ്ടാകുകയും ആ എർത്തിക്കൊക്കിൻ്റെ ഭാഗമായിട്ട് ആരും ഉപയോഗിക്കാത്ത ഒരു ഉപേക്ഷിച്ച പഴങ്കിണറിലേക്ക് ഇദ്ദേഹത്തിൻ്റെ റോഡർ ഉരുണ്ടി എന്ന് വീഴുകയും ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാധ്യതകളൊക്കെ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോപ്പർട്ടി ഓണർ, കാരണം ആ കിണർ മൂടിയത് ആ പ്രോപ്പർട്ടി ഓണർക്ക് വലിയ ബെനിഫിറ്റായി. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ട് മൂടാൻ പറ്റാത്ത കിണറായിരുന്നു. അദ്ദേഹം ആ ബാധ്യതകളൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി ഓണർ തീർത്തു കൊടുക്കുകയും അവസാനം കുറച്ച് പൈസ നമ്മുടെ നരേറ്ററിനും ആ പ്രോപ്പർട്ടി ഓണർ കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഓക്കെ.